ഹലോ. ഇല്ല, കുറച്ച് കഴിഞ്ഞ് വിളിക്കേ. അതെ, ചേട്ടനൊരു പൂജയിലാണ്. ഓക്കെ. ഹലോ. ഇല്ല, പൂജയിലാണ്. അയാള് പ്രസംഗിക്കട്ടോ. വെള്ളമടിക്കുന്ന ഗാന്ധിയനെന്നും പറഞ്ഞ് നമ്മൾ പോസ്റ്റ് ഒട്ടിക്കും. വേണ്ട വേണ്ട വേണ്ട, പ്രസംഗം തടസ്സപ്പെടുത്തൊന്നും വേണ്ട. ശരി ശരി, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. இது ரொம்ப அநியாயம்டா. எவ்வளவு நேரமா நான் உன் அண்ணனை காத்துக்கிட்டு இருக்கேன். வந்திருக்கிறது பழனிவேல் செட்டியார்னு அவனுக்கிட்ட சொல்லலையா? എല്ലാം വേണ്ടതുപോലെ ചേട്ടൻ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ പൂജ കഴിയാതെ കാണാൻ പറ്റില്ല. அவ்வளவு பெரிய டைம் எடுக்குது. இது என்ன பெரிய யாகமா? உனக்கு தெரியாத சுகா, இந்த ஸ்டேட் பூரா கண்ட்ரோல் பண்ணிட்டு இருக்கிற மேடையில் தேவராஜ் இல்லையா? അവൻ തർണാകയിലെ എന്റെ ബംഗ്ലാവിന്റെ പൂമുഖത്ത് മേൽമുണ്ടഴിച്ച് അരയിൽ കെട്ടി എന്റെ വറവും കാത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എപ്പോഴോ ലീസിനെടുത്ത് അവരുടെ ലൊടുക്ക് ടാങ്കർ ലോറി പൂരാ സ്പിരിറ്റ് നിറച്ച് ആന്ധ്ര ബോർഡർ കടത്തിക്കൊടുത്ത ഞാൻ താൻ. ബാക്ക് ഇൻ 1972 ഒരു ചില്ലിക്കാശ് ഞാൻ വാങ്ങിയില്ലേ. എല്ലാമേ ക്രെഡിറ്റ് താൻ. പുരിയുതാ? പിന്നവൻ വച്ചടി വളർന്നു. എനിക്ക് നാൾക്ക് നാൾ നാശം. നിന്റെ ചേട്ടന് പഴയതൊന്നും ഓർമ്മയേ ഇല്ല. ஞாபகமே கிடையாது. பழனிவேல் செட்டியாருக்கு யாருடைய சௌஜன்யம் வேணாம். ஆனா ஒரு சின்ன அட்ஜஸ்ட்மெண்ட். இந்த தடவை உன் அண்ணன் அதனுக்கு செய்துதான் ஆவணும். വണക്കം മുതലാളി, എത്ര നാളായി കണ്ടിട്ട്. സൗഖ്യമാ? ഞാൻ നിന്നെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 3 മണിക്കൂറാച്ചു. എവിടെ തിരിഞ്ഞാലും ശത്രുക്കളാ ചെട്ടിയാരെ. അതുകൊണ്ടൊരു പൂജ കഴിപ്പിച്ചു. ശത്രു സംഹാരം. ദേവരാജ, നിനക്കറിയാമല്ലോ എന്റെ സ്ഥിതി. എങ്ങോട്ട് തിരിഞ്ഞാലും കഷ്ടവും നഷ്ടവും മാത്രം. നീ എനക്കൊരു ഉദവി പണ്ണണം. കണ്ടിപ്പാ പണ്ണണം. എന്നാ? കേരളത്തിലെ ലിക്കർ പോളിസി മാറിയതിന്റെ പിന്നിൽ നീയാണെന്ന് എനിക്ക് തെരിയും. നീ മനസ്സ് വെച്ചാ കേരളത്തിലെ സ്പിരിറ്റ് ബിസിനസ് മുഴുവൻ എനിക്ക് കിട്ടും. ലൈക്ക് ഓൾഡ് ടൈംസ് നമുക്കൊരു പാർട്ണർഷിപ്പ് ഡീൽ. ചെട്ടിയാർക്ക് എന്റെ രീതികൾ അറിയാമല്ലോ. ഐ ബിലീവ് ഓൺലി ഇൻ ക്യാഷ് ഡൗൺ ബിസിനസ്. ഏത് പർച്ചേസിന് മുമ്പും കാശ് മേശപ്പെട്ട് വെക്കണം. അതാ എന്റെ ഒരു രീതി. ദേവരാജ, നീ എന്നെ സഹായിക്കണം. ഫോർ ഓൾ ടൈം സേക്ക്. ഐ എം സോറി, നോ നെഗോഷിയേഷൻ റിഗാർഡിംഗ് ദിസ്. നിനക്ക് വേണ്ടത് ഞാൻ കൊണ്ടുവന്നിരിക്കേ. കാശാണോ? എത്രയുണ്ട്? சொல்றேன்டா. സ്വീറ്റ് മെമ്മറീസ്.
ഇത് പൂര നിனைവുകൾ, നിന്റെ കഴിഞ്ഞ കാലത്തിന്റെ തെളിവുകൾ. ഇത് ഉന്നുടെ പാസ്റ്റ്. എന്നെങ്കിലും ഒരിക്കൽ പ്രയോജനപ്പെടുമെന്ന് കരുതി സൂക്ഷിച്ചു വെച്ചതാണിതല്ല. കേരളത്തിലെ പത്രങ്ങൾക്കും ചാനലുകൾക്കും നാളത്തേക്കൊരു സെൻസേഷണൽ ഹെഡ്ലൈൻ. നീ ആരിപ്പോ കേരളത്തിലെ പെരിയ വ്യവസായി. ഇത് വെളി വന്ന ജനങ്ങൾ ഉന്നെ ഉയിരോടെ എരിച്ചിടുവാങ്ക. നൗ ക്യാൻ വി ടോക്ക് ബിസിനസ്? ഷുവർ. ആ ശരി. ഇത് ചെട്ടിയാരുടെ ഫേവറേറ്റ് ഐറ്റമാണ്. നല്ല ശുദ്ധമായ വാറ്റ്. എടേ ദേവരാജ, നോ ഹാർഡ് ഫീലിങ്സ്. എനിക്ക് വേറെ വഴിയില്ലാത്തോണ്ടാ. എടേ ദേവരാജ, എന്നെ ഇത് என்ன ദേവരാജ ഇത്? ഹലോ, അതെ എസ് ഐ ഈപ്പനാണോ? എപ്പോ? ഞാൻ അങ്ങോട്ട് വരാം. നമസ്കാരം. താമസിച്ചു ഇല്ലടോ സോമരാജ? പിന്നെ മുതലാളി ഇപ്പൊ ചോദിച്ചതേ ഉള്ളൂ. ഞങ്ങളെല്ലാം 1 മണിക്കൂറായി വെയിറ്റിംഗാ. താമസിക്കാൻ കാരണം തന്റെ പത്രം തന്നെയാണോ സോമരാജ? കർഷക കൂട്ടായ്മയും ബോധവൽക്കരണവും. കോട്ടയത്ത് അഖണ്ഡ സെമിനാർ ഉദ്ഘാടനം ചെയ്തിട്ട് കെട്ടിയെടുക്കുവാ ഞാൻ. ഈ അച്ചായന്റെ ഓരോരോ തമാശകളെ. അന്യനാട്ടിൽ നിന്ന് റബ്ബർ ഇറക്കുമതി ചെയ്ത് ടയർ കമ്പനിയുടെ ലാഭം ഇരട്ടിപ്പിക്കുക. കൂട്ടത്തിൽ അണ്ടങ്കീർന്നിക്കുന്ന റബ്ബർ കർഷകരെ ഉദ്ധരിക്കാൻ മുക്കിന് കൂട്ടായ്മയും പത്രത്തിൽ കളർ സപ്ലിമെന്റ്. അശോക, ഇങ്ങനെ ഒരു കാര്യം പറയട്ടെ. പ്രസ് ക്ലബിൽ നിന്ന് വല്ലവുമാർ ഇയാളുടെ പുറകെ മണം പിടിച്ചു വന്ന് ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ചോളാം. ശ്രദ്ധിച്ചോളാം. നാളെ ഫ്രണ്ട് പേജിൽ 5 കോളം അച്ചു നിരത്താലോ. മേടയിൽ ദേവരാജന്റെ വീട്ടിൽ ഉമ്മൻ കോശിയുടെ രഹസ്യ സന്ദർശനം. വരണം നേതാവേ, വരണം. ഇത്രയും നേരമായിട്ട് കാണാതിരുന്നപ്പോ ഞാൻ വിചാരിച്ചു അനിയൻ ഇനി വരത്തില്ലെന്ന്. വരാതിരിക്കാൻ പറ്റുമോ? അതുപോലത്തെ കാര്യങ്ങളല്ലേ ഇവിടെ നടക്കുന്നത്. തന്റെ ഇപ്പോഴത്തെ പോക്ക് കാണുമ്പോ എനിക്ക് പേടിയാവുന്നുണ്ട് ദേവരാജ. ആ ചെട്ടിയാരുടെ മരണത്തിൽ
പലർക്കും പലവിധ സംശയങ്ങളും ഉണ്ട്. ഇരിക്കി അതിലിനി എന്തോന്ന് സംശയം? കേസ് അന്വേഷിച്ച CA ഇൻചാർജ് വരദരാജനും SA ഈപ്പനും കൂടി പുട്ടപ്പ് ചെയ്തേക്കുന്ന റിപ്പോർട്ട് പക്കയാ. എ ക്ലീൻ കേസ് ഓഫ് സൂയിസൈഡ്. സാമ്പത്തിക ബാധ്യതകളിൽ മനം തകർന്ന പഴയ ഒരു മധ്യരാജാവിന്റെ ദാരുണമായ അന്ത്യം അങ്ങനെ എല്ലാവരും കരുതിയിട്ടുള്ളൂ. പിന്നെ ഇയാളുടെ പൈങ്കിളി റിപ്പോർട്ടിംഗ് കൂടി ആയപ്പോ സംഗതി കൺവിൻസിംഗ് ആയി. അല്ലടോ? ഇതൊരു ഡെഡ്ലി കോമ്പിനേഷനാ. തെങ്ങും കള്ളും വോഡ്കയും കേൾക്കുമ്പോൾ അല്പം തൊഴിലാളി വർക്ക ഫ്ലേവർ ഉണ്ടെങ്കിലും സാധന സ്വയംഭന. എ റിയൽ ഫെയർവെൽ ടു ഗ്ലൂം ഡ്രിങ്ക്. എന്റെ ടെൻഷൻ എനിക്കല്ലേ അറിയൂ. ദേവരാജ, താൻ വിചാരിക്കുമ്പോലല്ല കാര്യങ്ങള്. ഇന്നലെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കഴിഞ്ഞാൽ ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ലാതെ കൃഷി വകുപ്പ് മന്ത്രി ഇക്ബാലിന്റെ വക ചെട്ടിയാരുടെ മരണത്തെക്കുറിച്ചൊരു ഒബ്ലിക് റെഫറൻസ്. പോലീസ് റിപ്പോർട്ടിങ്ങിന്റെ ഓതന്റിസിറ്റിയെ സംശയിക്കാൻ തൽക്കാലം ന്യായങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞ് ഞാനത് ഒതുക്കി. പക്ഷേ അവൻ അടങ്ങുമെന്ന് തോന്നുന്നില്ല. തനിക്കറിയാലോ, അവന്റെ വാപ്പ മൊയ്തീൻ സാഹിബും ഈ ചെട്ടിയാരും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. സോ ഐ സ്മെൽ എ റാറ്റ്. ആ മന്ത്രി പുങ്കവൻ ഇപ്പോ അങ്ങനെ ചില സംശയങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ എന്താ കുഴപ്പം? ലോക്കൽ പോലീസ് റിപ്പോർട്ട് റിവൈസ് ചെയ്തുകൊണ്ട് ഒരു അന്വേഷണം വേണമെങ്കിൽ നടപടി എടുക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണ്. അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന റിമോട്ട് കൺട്രോൾ ഇദ്ദേഹത്തിന്റെ കയ്യിലാണെന്ന് നന്നായിട്ട് അറിയാം ആ കൊച്ചന്. അതല്ലടോ, ഇപ്പൊ തന്നെ ഞാനും താനും അടങ്ങുന്ന ഒരു നെക്സസ് ഭരണം കയ്യേറുന്നു എന്നൊരു പരാതിയുണ്ട് പലർക്കും. കള്ളുനയം ചർച്ച ചെയ്ത ഹൈപ്പവർ കമ്മിറ്റി യോഗത്തിൽ നിന്ന് ഞാൻ വിട്ടുനിന്നത് തന്നെ സഹായിക്കാനാണെന്ന് ഇയാളുടേതൊഴിച്ചുള്ള എല്ലാ പത്രങ്ങളും എഴുതി. ചാനലുകൾ ഒന്നടങ്ങ് റിപ്പോർട്ട് ചെയ്തു. പള്ളിയും പട്ടക്കാരും ഒക്കെ ഫലത്തിൽ എനിക്ക് എതിരുമായി. ഒന്ന് ചുമ്മാ ഇരിക്കണം സാറേ. കാർഷിക മുതലാളിമാർക്കുള്ള പ്രത്യേക ആനുകൂല്യങ്ങളും ഭൂമി പഴിച്ചു കൊടുക്കലും വിദ്യാഭ്യാസ കച്ചവടവും ഒക്കെ കൂടി സഭയും സമുദായത്തെയും നന്നായി പരിപോഷിപ്പിക്കുന്നുണ്ടല്ലോ. അതിന്റെ നന്ദി സ്നേഹമൊക്കെ അവർക്ക് സാറിനോടുണ്ട്. കള്ളുനയം മാറി സ്പിരിറ്റ് കടത്തലും കള്ളച്ചാരായ ബിസിനസും പുഷ്ടിപ്പെടുമ്പോ കൊഴുത്ത് തീർക്കാൻ പോകുന്നത് പകുതി പേരും ഈ കൂലങ്കഷമായി വിമർശിക്കുന്ന നിങ്ങളുടെ സഭയിലെ പ്രമാണിമാര് തന്നെയാ. തലപ്പത്തിരിക്കുന്നവന്മാര് തമ്മിലടിച്ചും കൈയിട്ടുവാരിയും ചിത്രപ്പെട്ടു പോയ വ്യാപാര വികസന സമിതി എന്നൊരു സംഘടന ഉണ്ടല്ലോ. പ്രതിവർഷം 697 ലക്ഷം രൂപ വരുമാനമുള്ള ആ പ്രസ്ഥാനത്തെ പർച്ചേസ് ചെയ്യാനും അത് ഇവിടുത്തെ ഏറ്റവും വലിയ സ്വാധീന ശക്തിയായി വളർത്തിയെടുക്കാനും ഒരുപാട് ഊർജവും സമയവും ധനവും വ്യയം ചെയ്തിട്ടുണ്ട് ഞാൻ. അതിന്റെ കൂടെ നിൽക്കുന്ന സകലമാന ക്രിമികീടങ്ങളെ ഉദ്ധരിപ്പിക്കാനൊന്നും അല്ല. ബീയിങ് എ ബിസിനസ്മാൻ, ഐ വാണ്ട് സോളിഡ് റിട്ടേൺ ഫോർ മൈ ഇൻവെസ്റ്റ്മെന്റ്. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ വികസന സമിതിയുടെ നിയന്ത്രണത്തിലുള്ള രാഷ്ട്രീയ കക്ഷി അടുത്ത മാസം നിലവിൽ വരും. ചൂണ്ടിക്കാണിക്കുന്ന ചിഹ്നത്തിൽ കണ്ണും പൂട്ടിക്കുത്തുന്ന വോട്ട് ബാങ്കിന്റെ ബലത്തിൽ ഭരണമുന്നണിയിൽ ഘടകകക്ഷിയുമാകും. അനാരോഗ്യത്തിന്റെ പേരും പറഞ്ഞ് എനിക്ക് വേണ്ടി മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു തരാൻ ഗോതയിലുള്ള ഒരാൾ എപ്പോഴേ തയ്യാർ. സോ ഇറ്റ് ഈസ് സ്മൂത്ത് സെയിലിംഗ്. രാഷ്ട്രീയത്തിൽ ഒരിക്കലും കാര്യങ്ങൾ താൻ കരുതുന്ന പോലെ അത്ര സിമ്പിൾ അല്ല. നോ, എവറിത്തിങ് ഈസ് സിമ്പിൾ, ആസ് സിമ്പിൾ ആസ് എ സ്ട്രൈറ്റ് ലൈൻ. നേർരേഖയിലൂടെ മുന്നോട്ടുള്ള പോക്കിൽ വഴിമുടക്കാൻ ആരെങ്കിലും വന്നാൽ കട്ടിക്കരിഞ്ഞ ശവങ്ങൾ ഇനിയും കൊച്ചി കടപ്പൊട്ടടിയും. അറിയാമല്ലോ. വാ, ഓരോ നോട്ടും സാറ് വെറുതെ അപ്സെറ്റ് ആവണ്ട. ചെയ്തു തരുന്ന ഉപകാരങ്ങൾക്കെല്ലാം കൂടി ഞാൻ ഒരു വിലയിട്ടിട്ടുണ്ട്. സാറിന്റെ ഏറ്റവും വലിയ സ്വപ്നത്തിന്റെ വില. നാട് കെട്ടിയാലും നാട്ടാര് മുടിഞ്ഞാലും എനിക്കൊന്നും പറയാനില്ലെന്ന് മാത്രം പറയുന്ന നേതാവിനെ വലിയ താഴേക്കിടണം നമ്മള്. ഒന്നുകിൽ പാർട്ടിയുടെ ആസ്ഥാന പുണ്യാളനായി മാറ്റി ഹൈക്കമാൻഡിൽ കുടിയിരിപ്പ്, അല്ലെങ്കിൽ പരമപദം പോകി ഡൽഹിയിൽ അങ്ങ് സുഖവാസം. അണിയറയിൽ ചരട് വലിക്കുന്ന സൂത്രധാരന്റെ വേഷം അഴിച്ചു വെച്ച് സാറിന് അരങ്ങത്തേക്ക് വരാം. ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയായി. അയ്യോ, അത് തന്നെയാണ് ഞങ്ങളെ പത്രത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. നടക്കൂ മുതലാളി. നടക്കുവനിയാ, അല്ലെങ്കിൽ നടത്തും ഈ ദേവരാജൻ. ബിലീവ് മീ, നോ വൺ ക്യാൻ സ്റ്റോപ്പ് us.
ഇത് ഓട്ടം പോവോ? ഇത് പോവില്ല. ദാ അവിടെ. അവിടെയോ? ആ അവിടെ. പോവോ? എങ്ങോട്ടാ? ആ, ദാ, കേറ്. ആ കേറ് കേറ്. 50 രൂപയാവും. അവിടെ തന്നെ കാണാൻ വർത്താനം വേണ്ടെന്ന് വെച്ചിട്ട് പറയാ. ഇത് വർക്ക് ചെയ്യില്ലേ? ഇത് ഓടില്ലേന്ന്? ഓടും, പക്ഷെ ഓടിക്കാറില്ല. അതെന്താ? അതങ്ങനെയാ. കൂടുതൽ ഡയലോഗ് ഒന്നും വേണ്ട സാറേ. 50 രൂപയ്ക്ക് സമ്മതമാണേ പോവാം. അല്ലെങ്കിലേ ആളെ മെനക്കെടുത്താത് വണ്ടി കാലിയാക്കി. അങ്ങനെ പറഞ്ഞാൽ ശരിയാവോ? സ്റ്റാൻഡിൽ കിടക്കുന്ന ഓട്ടം വിളിച്ചപ്പോ ഉണ്ടേ. ആഹാ, ഇങ്ങോട്ട് ഇറങ്ങിക്കേ. ഇറങ്ങാൻ. ആഹാ, ഇങ്ങോട്ട് ഇറങ്ങാൻ. ഇറങ്ങിക്കേ. വേണ്ട. എന്താണ് രാവിലെ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിള്? പുതുതായിട്ട് വകുപ്പ് പഠിപ്പിക്കാമെന്ന സാറാ. സ്റ്റാൻഡിൽ കിടക്കണ ഓട്ടോ വിളിച്ചാ പോണം. അതും മീറ്റർ ഇട്ട് ഓടണം. സംശയം വല്ലോണ്ട് ചോദിച്ച് ക്ലിയർ ആയിക്കോ. എപ്പോഴും സാറിനെ കൈ കിട്ടിന്ന് വരില്ല. ഒന്ന് മാറി. അണ്ണാ വണക്കം. വണക്കം വണക്കം. എന്താടാ ദൈവം. എന്താണ് പ്രശ്നം? അതെ ചേട്ടാ, ഞാനിവിടെ ആദ്യമായിട്ടാണ്. ഈ സ്ഥലം നല്ല പരിചയം പോരാ. ഫോണിന്റെ അഡ്രസ് കയ്യിലുണ്ട്. ഈ ചങ്ങാതിയുടെ ഓട്ടോയിൽ കയറിയപ്പോ മൂപ്പര് പറയാം അവിടം വരെ പോകാൻ 50 ഉറുപ്പ്യാവത്രേ. മീറ്ററിൽ കാണുന്ന തുക തരാന്ന് പറഞ്ഞിട്ട് സമ്മതിക്കണില്ല. ഇവിടെ മീറ്റർ ഓടിക്കില്ല അത്രേ. അത്രേ ഉള്ളൂ. ഇത് വെറും സിമ്പിൾ ഇഷ്യൂ അല്ലേ? അതെയോ? നമുക്ക് വഴി ഉണ്ടാക്കാം സാറേ. സാർ ഇപ്പൊ പറഞ്ഞില്ലേ ഇവിടെ ആദ്യമായിട്ട് ആ സ്ഥലം നല്ല പരിചയമില്ലാന്നൊക്കെ. അതായത് ഇതിന്റെ ഒരു മൂല കാരണം. ഈ നാടത്ര ശരിയല്ല സാറേ. ഇവന്മാരൊക്കെ മഹാപേശക ടീമുകളാണെന്നേ. അതുകൊണ്ട് രാവിലെ വഴക്കിനും വക്കാണത്തിനും നിൽക്കാതെ പറഞ്ഞ കാശും സമ്മതിച്ച സ്ഥലം വിട്ടോ. കൂടെ ലേഡീസ് ഒക്കെ ഉള്ളതല്ലേ. എടാ വേറെ വണ്ടി എടുത്തോ, സംഗതിയൊക്കെ സോൾവ് ആയി. അതെ ചേട്ടാ, നമ്മളാരാ മനസ്സിലായില്ല. ഓഹോ, നമ്മളൊരു പാവം അല്ലറ ചില്ലറ ട്രേഡ് യൂണിയൻ പ്രവർത്തനമൊക്കെ ഉണ്ട്. ഓൾ കേരള ഓട്ടോ ഡ്രൈവേഴ്സ് കോൺഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറിയാണ് സദാനന്ദൻ. ഹാവു, ആശ്വാസായി. അതെ സദാനന്ദൻ ജി, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഓട്ടോയിൽ തന്നെ പോണം. അതും മീറ്റർ ഇട്ട് തന്നെ പോണം. അതൊരു സാധാരണ ഉപഭോക്താവിന്റെ അവകാശമല്ലേ. സദാനന്ദൻ ജിയെ പോലൊരു തൊഴിലാളി നേതാവിന് അത് മനസ്സിലാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അവകാശം പറയാൻ കാലുകുത്തിയ കളം തെറ്റിപ്പോയി മോനു. വെറുതെ വെടക്കാക്കാൻ നിൽക്കണ്ട. നല്ല ബുദ്ധി പറഞ്ഞോട് പെങ്ങളെ. കൈയെടുക്ക്. കൂടുതൽ ഷൈൻ ചെയ്യില്ലേ? ഞാനൊന്ന് കഴിഞ്ഞൊടിച്ചാൽ ഈ പിള്ളേരെല്ലാം കൂടെ കൊത്തി നുറുക്കുന്നുണ്ടേ. എന്താ ഇവിടെ പ്രശ്നം സാധനജി? ഈ പുന്നാരമോൻ എന്റെ കാലിനിടെ തന്നെ ചെയ്ത് പഠിക്കണമെന്ന് പറഞ്ഞു കൊടുറോ ഇവരോട്. മൊയിലേറെ ഓത്തൊളിപ്പിക്കണ്ടെന്ന്. എന്താടാ നിനക്ക് കോർക്കാൻ സദാനിച്ചേ കിട്ടിയുള്ളോ? ഇല്ല സാർ, ഞാൻ ഓട്ടം വിളിച്ചപ്പോ മീറ്റർ ഇട്ട് പോവാൻ. മീറ്ററോ? എന്ത് മീറ്റർ? അല്ല സാർ, ഞാൻ ഈ ഓട്ടോയോ? ഏതോട്ടോ? സാറിന്റെ അമ്മായിയമ്മയ്ക്ക് പേറ്റുനോവുണ്ടായപ്പോ കെട്ടിയെടുത്തോണ്ട് പോയ ഓട്ടോ ഇല്ലേ, സെയിം ഓട്ടോ. പോലീസുകാരനാണോടാ കളിപ്പിക്കുന്നത്? നിന്നെ ഞാൻ ആ
ഇവിടെ വാടാ. എടാ സദാനന്ദ, ഈ 3 ചക്രമുള്ള സാധനം സാധാരണക്കാരന്റെ വാഹനമാടാ. സ്ഥലപരിചയമില്ലാത്ത ആൾ ഇവിടെ ഒന്ന് ഇറങ്ങുമ്പോൾ അയാളെ എത്തേണ്ടടുത്ത് എത്തിക്കാനുള്ള സാമൂഹിക ഉത്തരവാദിത്വം ഇത് ഓടിക്കുന്നവനുണ്ട്. അല്ലാതെ പുറകിലിരിക്കുന്ന യാത്രക്കാരനെ കഴുത്തറുത്തുകൊണ്ട ശത്രുവായിട്ടല്ല കണ്ടത്. കേറടാ, കേറ്. നിയമം നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ. കേറ്. വണ്ടി എറാ, വണ്ടി എറാ, എറാ വണ്ടി. ആ ചെല്ല്, നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടോ. ദാ 15 ഇത് മതിയാവും. അവിടെ ചെന്ന് ഒരു പരാതി എഴുതിക്കൂടെ, ഞാൻ നിന്നെയൊക്കെ നല്ല ചാർത്തി എന്ന് പറഞ്ഞിട്ട്. തല്ലിയതൊരു പോലീസുകാരനെ കൂടെ ആവുമ്പോ കേസ് നല്ല സ്ട്രോങ് ആവും. വണ്ടി എറാ, വണ്ടി എറാ. ആ നിക്ക് 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 നിക്ക്. പരാതി എഴുതി കൊടുക്കാൻ നിനക്ക് എന്റെ പേരറിയോ? ഇല്ല. ഭദ്രൻ, ഭദ്രൻ കെ മേനോൻ.